എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മുടെ ഓണ ആഘോഷങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അവലോകനമാണ്. യഥാർത്ഥത്തിൽ നാം ഇന്നലെ ആഘോഷിച്ച ഓണങ്ങളും ഇപ്പോൾ ആഘോഷിക്കുന്ന ഓണങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുൻകാലങ്ങളിൽ ഓണം വരുന്നതിന് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുൻപായി തന്നെ നമ്മുടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നാം ചെയ്യും. അതും നമ്മുടെ പറമ്പിലുള്ള പച്ചക്കറികളും കായകളും വടികൾ, മറ്റേ ചേമ്പ്, ചേന, കായ് എന്നിവ ഉപയോഗിച്ചുള്ള വിഭവസമൃദ്ധമായ ഊണിനുള്ള ഒരു തയ്യാറെടുപ്പ് മുൻപേ തന്നെ നാം നടത്താറുണ്ട്. ആ കാലം മാറിക്കഴിഞ്ഞു. കാലങ്ങൾ അതിന് ഒത്തിരി മായ്ച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ നാം താമസിച്ചിരുന്ന അറ്റ്ലീസ്റ്റ് 1 ഏക്കറിലേയും കുറയാത്ത പറമ്പുകളിലായിരിക്കും. അങ്ങനെ കാലങ്ങൾ കടന്നു പോയുമ്പോൾ വീട്ടിലുണ്ടായ നമ്മുടെ മക്കളും കുഞ്ഞുമക്കളുമൊക്കെ മറ്റു പല സ്ഥലങ്ങളിലും മാറിപ്പോയി. ജോലിയുമായി ബന്ധപ്പെട്ട് അവർ ജോലിസ്ഥലത്ത് തന്നെ താമസിച്ച് അവരവിടെ സ്ഥിരതാമസമാകുന്നൊരവസ്ഥയിലുണ്ടായി. ഒപ്പം അവർ സ്വന്തം വീടുകൾ വാങ്ങുന്നതിനുള്ള ഭാഗമായി ഇവർക്ക് കിട്ടുന്ന ഷെയറുകളൊക്കെ വിറ്റ് അവിടെ പല ഭാഗങ്ങളാക്കി അവസാനം നമ്മുടെ ഈ പറമ്പുകൾ തന്നെ ചുരുങ്ങി 10 സെൻറ്റിലോ 15 സെൻറ്റിലോ ആ തറവാട് മാത്രമേ അവശേഷിക്കും. അവിടെ പ്രായമായ അച്ഛനും അമ്മയും തനിച്ചാകുന്നു. കൃഷിയുടെ ആവശ്യങ്ങളൊന്നും വേണ്ടി വരുന്നില്ല. കഷ്ടിച്ച് പോയി 1 മാവോ 2 മാവോ 2 3 തെങ്ങോ ഇതൊക്കെ ആയിരിക്കും അവശേഷിക്കുന്നത്. അപ്പോൾ ഈ കാലങ്ങളിൽ ഇനിയിപ്പോൾ അതുണ്ടെങ്കിൽ തന്നെയും ഒരു വലിയ സ്ഥലമുണ്ടെങ്കിൽ തന്നെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, നമ്മുടെ പഴയ നാട്ടിലേക്ക് കടന്നു പോകാനോ അത് തിരിച്ചു വരുത്താനോ ഇനി സാധ്യമല്ല. എല്ലാം മുത്തശ്ശിമാർ പറഞ്ഞ കഥകൾ കേട്ടുള്ള ഒരു ആഘോഷമേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പലരും തന്നെ ഈവൻ വീടുകളിൽ സദ്യ ഒരുക്കാൻ ശ്രമിക്കാറില്ല. കാരണം സമയക്കുറവ്. രണ്ടാമത് അതിനുവേണ്ടി സമയം ചിലവഴിക്കാനും ആരും ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് സമയം കിട്ടുകയാണെങ്കിൽ അവർ മറ്റു പല കാര്യങ്ങൾക്കും, വല്ല ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ പുതിയ കാർ ഷോറൂമിൽ ഇപ്പോൾ പുതിയ കാറുകൾ വാങ്ങാനോ അതിൽ കൂടി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാനോ ഒക്കെ ആയിരിക്കും അവർക്ക് സമയം മാറ്റുക. കാരണം അവർക്ക് കിട്ടുന്ന ഒരു 4-5 ദിവസത്തെ ലീവ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. ഓണ ദിവസം അന്ന് ഇവർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റ് ഫോൺ ചെയ്താൽ ഇൻസ്റ്റൻറ്റ് ഓണ സദ്യ വീട്ടിലേക്ക് മിനിറ്റുകൾക്കകം കിട്ടുന്നു. അപ്പോൾ ആൾക്കാർ ശ്രദ്ധ അതിലേക്ക് മാറി. അല്ലാതെ ഈ തമിഴ്നാട്ടിൽ നിന്ന് കെമിക്കലടിച്ച പച്ചക്കറിയും അതൊക്കെ വാങ്ങി ഒരു നല്ല സദ്യ ഉണ്ടാക്കാനുള്ള ശ്രമം ആരും നടത്താറില്ല. രണ്ടാമത് സദ്യ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഇന്നത്തെ ജനറേഷനോട്ട് അറിയത്തുമില്ല. എല്ലാം റെഡിമെയ്ഡ്. അപ്പോൾ അതിലുചിതം അവർ ചെയ്യുന്നത് കറക്റ്റാണെന്ന് നമുക്ക് കരുതേണ്ടി വരുന്നു. അത് തന്നെ ആകിയിരിക്കും. ഇപ്പോൾ എല്ലാവരും ആ ഒരു നിലയിലാണ്. ഓണം ആഘോഷങ്ങൾ, ഓണത്തിൻ്റെ പായമുണ്ടാക്കുന്ന സദ്യകളും അങ്ങനെ ആ ലെവലിൽ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. ഇനി മറ്റൊന്നുള്ളത്, ഓണത്തിന് നമ്മുടെ പ്രായമായവരാരും തന്നെ വീട്ടിൽ കാണാൻ സാധ്യമല്ല. അതവരുടെ തറവാടിലേ കാണൂ. അതിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്, എത്ര പേർ മരണപ്പെട്ട് കഴിഞ്ഞൊന്നും അറിയില്ല. മോസ്റ്റ്ലി നമ്മുടെ കുടുംബങ്ങളെല്ലാം ചിതറി പല ഭാഗത്തായി സെറ്റിലായി പോവുകയാണ്. കുറച്ചുപേർ ഇന്ന് പഴയ ആ ഒരു മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ ഓണനാളുകളിൽ നാട്ടിൽ തറവാടിലെത്താറുണ്ട്, ബന്ധുജനങ്ങളെ കാണാറുണ്ട്. അതിൻ്റെ ആ രീതിയിൽ ഉള്ള ആൾക്കാരുടെയും എണ്ണങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഉള്ള നമ്മുടെ യങ് ജനറേഷൻ ഇതൊക്കെ ഒരു കേട്ടുകേൾവി, ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ മാത്രമേ അവർക്ക് കേൾക്കാൻ പറ്റൂ. നമ്മുടെ പ്രായോഗികമായി ശരിക്കുമുള്ളൊരു ഓണത്തിൻ്റെ അതിൻ്റെ ഓടികൾ, ആ തനിമ എന്താണെന്ന് ഇന്നുള്ള ജനറേഷന് അനുഭവിക്കാൻ സാധിക്കില്ല. ഇനി ഒട്ടും സാധിക്കത്തുമില്ല. ഇനിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിൽ ഫോണിൽ കൂടി കിട്ടുന്ന
ആ ഇൻസ്റ്റൻറ്റ് ഫുഡ്, ഇൻസ്റ്റൻറ്റ് സദ്യയും ആ പാക്കേജൊക്കെ ഇനി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഓണം ഇങ്ങനെയാണ്. അടുത്ത ഓണം ഇതിലും കുറച്ചുകൂടി അഡ്വാൻസ് ആയിരിക്കും. എന്ത് അഡ്വാൻസ് ആയാലും നമ്മുടെ ഇന്നലത്തെ ഓണങ്ങൾ ഇനി ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല. എൻ്റെ കുഞ്ഞുനാളുള്ള ഓണത്തിനുള്ള ആ ഒരു അഭിരുചി, ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷമൊന്നും ഇപ്പോൾ ഇല്ല. കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും കുറേ അത്തപ്പൂടലും കുറച്ച് പ്രോഗ്രാം, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുറേ ഓണപ്പുടവുകൾ ചാർത്തി എന്നല്ലാതെ അതിൻ്റെ യാഥാർത്ഥികത ഒന്നും ആരും മനസ്സിലാക്കിയിട്ടല്ല ഇപ്പോഴത്തെ ആഘോഷങ്ങൾ നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ആഘോഷങ്ങൾ നടത്തുന്ന ഓരോരോ വ്യക്തികളെ അപ്ലിഫ്റ്റ് ചെയ്യുക, അവരുടെ പ്രസ്ഥാനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുക, അവരുടെ പാർട്ടിയെ അപ്ലിഫ്റ്റ് ഇങ്ങനെയുള്ളതാണ് അവർ. ഇറ്റ് ഈസ് നോട്ട് ഒരു മാവേലി. എന്താണ് മാവേലി മന്നൻ, എന്തായിരുന്നു അദ്ദേഹം ഉദ്ദേശം, അദ്ദേഹം എന്തായിരുന്നു ആഗ്രഹിച്ചെന്നുള്ള ആ ഒരു മൂല്യങ്ങളിവിടെ ആർക്കുമില്ല. അതൊക്കെ പോയി. ഇപ്പോൾ എല്ലാം മാവേലി എന്ന് വെച്ച് തട്ടമെടുത്ത് മേക്കപ്പ് ചെയ്ത് മാവേലി ഒരു കുടയായിട്ട് നിൽക്കുന്നതൊക്കെ കാണിക്കും. ഒരു സാങ്കല്പിക കഥ ആയിരുന്നു മുമ്പേ, അത് യാഥാർത്ഥ്യമൊന്നുമില്ല. ഇപ്പോൾ അത് സാങ്കല്പിക കഥയായി മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഓണത്തിന് ആരും തന്നെ അറിയില്ല എത്ര ശതമാനം ആൾക്കാരാണ് വീട്ടിൽ പാചകം ചെയ്ത് ആഹാരം കഴിക്കുന്നത്, എത്ര ശതമാനം ആൾക്കാരാണ് ഇൻസ്റ്റൻറ്റ് ഫുഡ് വാങ്ങി ഓണം ആഘോഷിക്കുന്നത്. അത് കണക്കെടുത്ത് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റൻറ്റ് ഓണസദ്യ വാങ്ങി കഴിക്കുന്നവരാണ്. കാരണം അവർക്ക് സമയമില്ല, അവർക്ക് അതിനുവേണ്ടി ബുദ്ധിമുട്ടാൻ ഇൻട്രസ്റ്റ് ഇല്ല, ആ ഒരു ലെവലായിപ്പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഉള്ള സൗകര്യത്തിൽ ഓണങ്ങൾ ആഘോഷിക്കുക. കഴിവതും പറ്റിയാൽ നിങ്ങൾ എന്തെങ്കിലും പാചകങ്ങൾ അറിയുന്ന രീതിയിൽ ചെയ്ത് ഒന്നിച്ചിരുന്ന് ഇരയൊക്കെയിട്ട് കഴിക്കുന്നത് അതൊരു സന്തോഷം തന്നെയാണ്. നിലത്തിരുന്ന് പായ വിരിച്ച് അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ഒരു തനിമയുള്ള ഓണമായി മാറ്റാൻ പറ്റുക. അതല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ആ പാക്കേജ് ബെല്ലടിക്കും, മാം ദിസ് എത്തിങ് ഓക്കെ, ടേബിളിൽ നിരത്തി വെച്ച് കഴിക്കും. അത് ഒരു ഓർമ്മകളായി മാത്രമേ ഇനി കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരിക്കൽ കൂടി പറയുന്നു, ആഘോഷങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കുക, പുറത്തു പോകുമ്പോൾ സുരക്ഷിതമായിരിക്കുക, സുരക്ഷിത യാത്ര എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഈ ഓണ അവധി നാളുകൾ സമാധാനമായി ചിലവഴിക്കാൻ ശ്രമിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.